ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നൂഡിൽസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇതേപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള നൂഡിൽസ് ആണ് എടുത്തേക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന മസാല ചേർത്തിട്ടുള്ള നൂഡിൽസ് അല്ല. ഇതേപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള നൂഡിൽസ് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കിട്ടും. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ക്യാബേജ് എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഈ ക്യാപ്സിക്കം ഞാനിവിടെ ഓറഞ്ച് കളറും ഗ്രീൻ കളറാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക. ഇതെല്ലാവരും കുറേശ്ശെ എടുക്കുക. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ നല്ല കനം കുറച്ചിട്ട് നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓണിയൻ സ്പ്രിങ്, പിന്നെ ഒരു മീഡിയം സവോള സ്ലൈസ് ചെയ്തെടുത്തത്. ഓണിയൻ സ്പ്രിങ്ങും കുറച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് സോയാ സോസ് വേണം, ടൊമാറ്റോ കെച്ചപ്പ് വേണം, ചില്ലി സോസ്, പിന്നെ പഞ്ചസാര ഒരു 3-4 നുള്ളു ചേർക്കാം. അപ്പോൾ നമുക്ക് നോക്കത് തന്നെ ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ നൂഡിൽസ് വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് നൂഡിൽസ് വേവിച്ചെടുക്കാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. കുറച്ച് ഓയിലും ഒഴിക്കുക. ഓയിൽ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂഡിൽസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് ചേർക്കാം. ഞാനിവിടെ ഇതേപോലെ 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഈ നൂഡിൽസ് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി. ഈ നൂഡിൽസ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് വെള്ളത്തിൽ കിടന്നിട്ട് ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളം മാറ്റണം. അപ്പോൾ നൂഡിൽസ് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് വെള്ളം മാറ്റിക്കളയാം. ഇപ്പം നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ളൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാണ്ട് വെജിറ്റബിൾ ഓയിലിൽ ഉണ്ടാക്കാം. ഈ ചൂടായ ഓയിലിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചേക്കണം സവോള ചേർക്കാം. ഈ സവോളയൊന്ന് പതുക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവോള മുരിയാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇപ്പോൾ സവോള ഒന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാം. ക്യാരറ്റ് ചേർക്കാം, ക്യാബേജ് ചേർക്കാം. ഇത് രണ്ടും കൂടിയിട്ട് ഏറ്റവും ആദ്യം പതുക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഇതിന് ചെറുതായിട്ടിങ്ങനെ മുരിഞ്ഞ പോലെ വരും. ഇപ്പം ക്യാബേജും ക്യാരറ്റും ഒരു 3/4 ഭാഗം ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. ഇതൊരു 3/4 ഭാഗം ടോസ്റ്റ് ആയിട്ട് മാത്രം ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്താൽ മതി. ഈ ക്യാപ്സിക്കം ചേർക്കാം. എപ്പോഴും തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എപ്പോഴും നല്ല സ്പീഡിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ഇതേപോലെ തന്നെ നല്ല കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ട് വേവിക്കാം. എന്നിട്ട് ഈ വെജിറ്റബിൾസ് ചേർക്കണതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചിക്കൻ്റെ പീസും ചേർക്കാം. ഇതെല്ലാവരും നന്നായിട്ട് ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ചില്ലി പേസ്റ്റ് ചേർക്കാം. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടും എരിവിനനുസരിച്ചും ചേർക്കാം. ഇതിലേക്ക് സോയാ സോസ് ചേർക്കാം. ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ചേർത്തേക്കുന്നത്. ഇനി കെച്ചപ്പ് ചേർക്കാം. 3 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്കൊരു 4 നുള്ളു പഞ്ചസാര ചേർക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് ചേർക്കാം. ഞാൻ ഇതിലേക്ക് 4 നുള്ളാണ് ചേർത്തേക്കുന്നത്. ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കണ നൂഡിൽസ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
അപ്പോൾ നൂഡിൽസ് നന്നായിട്ട് ഈ വെജിറ്റബിളിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം. ഒന്നുകൂടി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ വെജിറ്റബിൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം.